ഓണത്തിന് മറുനാടൻ മലയാളികൾക്ക് നാട്ടിലെത്താൻ സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിക്കാൻ റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്. ഡൽഹി, മുംബൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് സ്പെഷ്യൽ സർവീസുകൾ നടത്താനാണ് തീരുമാനം. മുംബൈ LTTയിൽ നിന്ന് 23-ന് വൈകിട്ട് 4-ന് പുറപ്പെടുന്ന സ്പെഷ്യൽ ട്രെയിൻ പിറ്റേന്ന് രാത്രി 11:30-ന് തിരുവനന്തപുരം നോർത്തിൽ എത്തുന്ന വിധമാണ് ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. തിരികെ 29-ന് ഉച്ചയ്ക്ക് 2-ന് പുറപ്പെട്ട് പിറ്റേന്ന് രാത്രി 11:55-നാകും മുംബൈയിലെത്തുക. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഓണത്തിന് മുൻപ് 2 സ്പെഷ്യൽ സർവീസുകളും ഓണത്തിന് ശേഷം 29-ന് ബംഗളൂരുവിലേക്ക് സ്പെഷ്യൽ സർവീസും നടത്തുമെന്നുള്ള കാര്യവും റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. 21-ന് യശ്വന്ത്പൂരിൽ നിന്ന് രാത്രി 8:45-ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് ഉച്ചയ്ക്ക് 1:30-നാകും തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെത്തുക. മടക്കയാത്രയ്ക്കുള്ള ട്രെയിൻ 22-ന് 3:15-ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 8-ന് ബംഗളൂരുവിലെത്തും എന്നുള്ള കാര്യവും റെയിൽവേ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 22-ന് SMVT ബംഗളൂരുവിൽ നിന്ന് രാത്രി 7:25-ന് പുറപ്പെടുന്ന സ്പെഷ്യൽ ട്രെയിൻ പിറ്റേന്ന് രാവിലെ 10-നാകും തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തുകയും ചെയ്യുക, അതായത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെത്തുകയും ചെയ്യുക. മടക്കയാത്രയ്ക്കുള്ള ട്രെയിൻ 23-ന് ഉച്ചയ്ക്ക് 12:40-ന് പുറപ്പെട്ട് പിറ്റേന്ന് 6-ന് ബംഗളൂരുവിലെത്തും എന്നുള്ള കാര്യവും റെയിൽവേ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ട്രെയിനുകളുടെ റിസർവേഷൻ ആരംഭിക്കുന്നത് അതാത് സോണുകൾ വൈകാതെ അറിയിക്കുമെന്നുള്ളതാണ്. അപ്പോൾ യാത്രക്കാർക്ക് കൃത്യമായി റിസർവ് ചെയ്ത് ഈ ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം കൂടി റെയിൽവേ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈദരാബാദ് കോട്ടയം സ്പെഷ്യൽ ട്രെയിൻ ചർലപ്പള്ളിയിൽ നിന്ന് ഞായറാഴ്ചകളിൽ രാവിലെ 7:15-ന് പുറപ്പെട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12:25-ന് കോട്ടയത്തെത്തുന്ന വിധത്തിലാണ് യാത്ര ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. മടക്കയാത്രയ്ക്കുള്ള ട്രെയിൻ തിങ്കളാഴ്ചകളിൽ വൈകിട്ട് 4:45-ന് പുറപ്പെട്ട് പിറ്റേ ദിവസം പുലർച്ചെ 12:30-ന് ചർലപ്പള്ളിയിൽ എത്തുമെന്നുള്ള കാര്യവും റെയിൽവേ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നോർത്തേൺ റെയിൽവേ സ്പെഷ്യൽ ട്രെയിൻ കൂടി ഓടിക്കാൻ റെയിൽവേ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിനുള്ളിൽ തിരുവോണത്തിന് മുന്നോടിയായി പകൽ സ്പെഷ്യലുകൾ ഓടിക്കുന്നതുൾപ്പെടെ പരിഗണനയിലുണ്ട് എന്നതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറുനാടൻ മലയാളികൾക്ക് കേരളത്തിലേക്ക് എത്തി, പ്രത്യേകിച്ച് ചെന്നൈയിൽ നിന്നും മറ്റും തിരുവനന്തപുരത്തേക്കും കേരളത്തിലെ വിവിധ ജില്ലകളിലേക്കും എത്തി ഓണം ആഘോഷിക്കാൻ ഇനിയും കടുപ്പമേറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് വിമാന നിരക്ക് കൂടി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വിമാന കമ്പനി അധികൃതർ എന്നതുകൂടി സാധാരണക്കാർക്ക് വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത നാളുകളിലും ഈ വിമാന നിരക്ക് ഉയരാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുകയും ചെയ്യുന്നത്. ഇനി അങ്ങോട്ടുള്ള ഓണനാളുകളിലും അത് പ്രതിഫലിക്കുകയും ചെയ്യും. കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ ഒരുപക്ഷെ ഏർപ്പാടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും ജനങ്ങളുടെ ഈ ഒരു പ്രതിസന്ധിക്ക് അയവ് വരുത്താൻ കഴിയുമെന്നുള്ളതാണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. തിരുവനന്തപുരത്ത് നിന്ന് പത്മകുമാറിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.